ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ രേഷ്മ. നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് വെണ്ണലയിലാണ്. ഇവിടെ ചവിട്ടി നിർമ്മാണ യൂണിറ്റിലാണ് നമ്മളുള്ളത്. ലക്ഷ്മി കൃഷ്ണ ഡോർ മാട്രസ് എന്നുള്ള ഈ ഒരു സ്ഥാപനം നിങ്ങളിലേക്ക് ഞാൻ പരിചയപ്പെടുത്തുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞാൻ ഇവിടെ വന്ന് കണ്ടപ്പോഴേക്കും എനിക്ക് ഇത് ചാനലിലൂടെ എനിക്ക് ഇടണം തോന്നി. കാരണം ഒരു യുവതി അവർ സ്വയം തൊഴിൽ കണ്ടെത്തുക, അത് ധൈര്യപൂർവ്വം ചെയ്യാനായിട്ട് മുന്നോട്ട് വരിക. ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഉടമയുടെ പേര് ഷിജി എന്നാണ്. അപ്പോൾ നമ്മൾ ചേച്ചിയായിട്ട് തന്നെ നമുക്ക് ചോദിച്ച് അറിയാം എന്തൊക്കെയാണ് എന്നുള്ളത്. കാരണം കുറച്ച് പേർക്കെങ്കിലും തൊഴിൽ കൊടുക്കാനായിട്ടൊരു മനസ്സുണ്ടാവുക, അത് അല്ല പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് മനസ്സുണ്ടാവുക. എത്ര പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോയാലും ഈ സ്ഥാപനം നിർത്തേണ്ടി വരേണ്ട ഒരവസ്ഥ വരെ വന്നപ്പോഴും പ്രൊഡക്റ്റിന് വില കൂട്ടുകയോ അങ്ങനെയുള്ള ഒന്നും കൂടാതെ വിജയിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട് കാണിക്കുന്നൊരു മനസ്സ്, അതിന് എത്ര പേർക്ക് ഉണ്ടെന്ന് എനിക്കറിയില്ല. ഇത് കാണുന്ന പ്രേക്ഷകർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ഓർഡേഴ്സ് കൊടുക്കാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്തുകൊണ്ടെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഇവരിവിടെ ചെയ്തതാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, പല രീതിയിൽ അവർ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് തരും. ഈ ഒരു ചവിട്ടി നിങ്ങൾ കടയിൽ പോയിട്ട് ചോദിക്കുമ്പോൾ അറിയാനായിട്ട് പറ്റും. ഹോൾസെയിൽ റേറ്റിനാണ്, ആർക്കാണെങ്കിലും ഇവർ അങ്ങനെ തന്നെയാണ് കൊടുക്കുന്നത്. നമുക്ക് ഇനിയിപ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് എടുത്തിട്ട് സെയിൽ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതല്ല സ്വന്തമായിട്ട് പഠിച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതും ചെയ്യാവുന്നതാണ്. എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും ചേച്ചി നമുക്ക് ചെയ്തു തരും. അല്ലേ, 40 എത്ര രൂപയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 50 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ചവിട്ടികളാണ്. അല്ലേ, അത് ഇഷ്ടമുള്ള രീതിയിൽ നമ്മുടെ ഡോറിന് എത്ര നീളം വേണോ അതനുസരിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അളവ് പറഞ്ഞു കൊടുത്തതിന് ശേഷം അങ്ങനെ ചെയ്തു തരും. ഇതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ വേറെ മോഡലാണ്. ഇതൊക്കെ 40 രൂപയുടെയാണ്. 50-ലല്ല, 40 രൂപ മുതലേ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഏത് കളറ് വേണമെങ്കിലും, ഏത് വലുപ്പത്തിൽ വേണമെങ്കിലും. അപ്പോൾ 2-3 പേര് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബാക്കി അവർ കഴിക്കാനായിട്ട് പോയി കാണാം. അപ്പോൾ ഇന്നാണെങ്കിൽ ഭയങ്കര മഴയുമായിരുന്നു. അപ്പോൾ നമുക്ക് ചേച്ചിമാരോട് തന്നെ ചോദിക്കാതെ എങ്ങനെയാണ് സംഭവം. നമ്മളിത് ആദ്യം ഞാൻ വന്നപ്പോൾ ഞാൻ വിചാരിച്ചത് ഇലക്ട്രിസിറ്റിയിൽ കറണ്ടിൽ പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാണെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ കറണ്ടിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ചേച്ചിമാരോട് തന്നെ ചോദിക്കാം. അപ്പോൾ ചേച്ചി സുഖമായിട്ടിരിക്കണോ? സുഖമായിട്ടിരിക്കണം. ഓക്കെ, ഇത് എങ്ങനെയാ അപ്പൊ കാര്യങ്ങളൊക്കെ? ഇപ്പൊ എത്ര പേരുണ്ട് ഇവിടെ പണിയാൻ? 4 പേരുണ്ട് ഇവിടെ. 4 പേര് വർക്ക് ചെയ്യാനുണ്ട്. ഇപ്പൊ ഊണറിക്കാൻ പോയി, അതുകൊണ്ട് 2 പേരേ ഉള്ളൂ. പിന്നെ ഇത് കറണ്ടിൽ അല്ല, നമ്മൾ സാധാരണ കാലുകൊണ്ട് തയ്ക്കുന്ന മെഷീനാണ്. അപ്പൊ മെറ്റീരിയലൊക്കെ നിങ്ങൾ എവിടെ ഡയറക്റ്റ് ആയിട്ട് പോയി കളക്ട് ചെയ്യുക? അതെ, എന്റെ ഹസ്ബൻഡ് തമിഴ്നാട്ടിൽ നിന്നാണ് കളക്ട് ചെയ്യുന്നത്. നമ്മള് അവിടെ പോയി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് എങ്ങനെ പഠിച്ച്? ഞാൻ ഇത് ആലുവയിൽ പോയാണ് പഠിച്ചത്. അതിനുശേഷം എനിക്ക് സ്വന്തമായിട്ട് തുടങ്ങാൻ ആഗ്രഹം ഉണ്ടായി. ഹസ്ബൻഡ് സപ്പോർട്ട് ചെയ്തു. അങ്ങനെ ഞങ്ങള് ലോൺ എടുത്തിട്ട് ഇത് ചെയ്തു. ഞങ്ങള് എത്ര നാളായി? ഇത് 1 വർഷം. 1 വർഷമായിട്ടുള്ളൂ. 1 വർഷമായിട്ട് പിന്നെ കടകളിലൊക്കെയാണ് ഞങ്ങൾ കടകളിൽ പോയിട്ട് പിന്നെ ആൾക്കാർ ഇവിടെ ഈ വെണ്ണലയിലൊക്കെ ഉള്ള ആൾക്കാർ നമ്മളിത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവിടെ വന്ന് വാങ്ങി. ഹോൾസെയിൽ വിലക്ക് 50 രൂപ മുതലാണ് നമ്മൾ കൊടുക്കുന്നത്. അത് വലിപ്പം അനുസരിച്ച് വില വ്യത്യാസം വരും. അപ്പൊ നമ്മളിപ്പോ നമ്പർ കൊടുത്ത് കഴിഞ്ഞാൽ തന്നെ എങ്ങനെ കൊറിയർ അയക്കും. അല്ലെങ്കിൽ ഫോണിൽ വാട്സപ്പിലൊക്കെ ഓർഡർ വന്നാൽ നമ്മൾ അടുത്തൊക്കെ ആണെങ്കിൽ നമ്മൾ എത്തിച്ചു കൊടുക്കും. അല്ലെങ്കിൽ കൊറിയർ അങ്ങനെ ചെയ്യുന്നത്. പണി നടക്കട്ടെ കേട്ടോ, ഞാൻ ശല്യപ്പെടുത്തുന്നില്ല. ഇത് ഇങ്ങനെ ഈ മെറ്റീരിയൽ ആയിട്ട് പല കളറിൽ വരും. അത് ഡിസൈനൊക്കെ നമ്മളുടെ ഇതനുസരിച്ച് നമ്മൾ ചെയ്യണതാണ്. എങ്ങനെ ലെങ്ത് എത്ര നീളം എന്തോരം വേണേലും കിട്ടും അല്ലേ? നീളം നമുക്ക് നല്ലൊരു പരിധി വരെ കൂട്ടാൻ പറ്റുള്ളൂ. അതിനപ്പുറം പറ്റില്ല. കാരണം ഇത് കോട്ടൺ നൂലായതുകൊണ്ട് നമ്മൾ അധികം നീട്ടാൻ പറ്റില്ല. പിന്നെ അങ്ങനെയാണ് ചെയ്യുന്നത്. വീതി ഇത്രയും കിട്ടും. വീതി നമ്മൾ ഈ ഫ്രെയിമിനനുസരിച്ച് നമുക്ക് വീതി എന്തോരം വേണമെങ്കിലും നമുക്ക് കൂട്ടിക്കൊടുക്കും. നമ്മൾ അളവ് പറയുന്നതനുസരിച്ച് നമ്മൾ കട്ട് ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിനല്ല, നമ്മുടെ വീട്ടിന് ഭംഗിയുള്ള ആവശ്യത്തിനുള്ള അനുസരിച്ചിട്ട് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തു കൊടുക്കും. ഓർഡർ അനുസരിച്ച് ചെയ്തു കൊടുക്കും. പിന്നെ നമ്മൾ ബൾക്കായിട്ടും കൊടുക്കും, ഹോൾസെയിലും റീറ്റെയിലും ഒക്കെ ആയിട്ട് എല്ലാം ചെയ്യുന്നുണ്ട്. ഇത് കോട്ടന്റെ ആണ്. ശരിക്കും വെള്ളം പിടിക്കുന്ന ചവിട്ടിയാണ്. ഇത് കോട്ടന്റെ. അപ്പൊ ഇതിനാണ് സെയില് നമുക്ക് കൂടുതലും പിന്നെ ഈ വീടുകളിലെ ആവശ്യത്തിന് കൂടുതലും എല്ലാരും വാങ്ങിക്കണം. പിന്നെ വലിയ വിലയും ഇല്ലാത്ത ആർക്കും ആണെങ്കിലും ഹോൾസെയിൽ റേറ്റിന് തന്നെയാണ് അവര് കൊടുക്കണേ.
നമ്മൾക്ക് ഇങ്ങനെയാണ് ഇത് വരുന്നത്. എന്നിട്ട് നമ്മളിത് കട്ട് ചെയ്ത് എടുക്കേണ്ടത്. നമുക്ക് ഇങ്ങനെ നീളത്തിലാണ് വരുന്നത്. നമ്മൾ ഇങ്ങനെ ഓരോ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പല കളർ ചേർത്ത് നമ്മൾ ഡിസൈൻ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് വന്ന് പഠിച്ച് ചേച്ചി പഠിപ്പിച്ചു തന്ന് നിങ്ങളെ വിടുന്നതാണ്. നമ്മൾ ഇങ്ങനെയാണ് തയ്ക്കുന്നത്. കണ്ട ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇപ്പൊ നമുക്കറിയാം ഇങ്ങനെ അടിച്ചിട്ട് പിന്നെ തിരിച്ച് നമുക്ക് കാല് നമ്മളിങ്ങനെ മാറ്റി കൊടുത്തുകൊണ്ടിരിക്കണം താഴെ. അങ്ങനെ ആർക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ ഇങ്ങനെ തയ്ച്ച് വരുമ്പോൾ റോളുമായിട്ട് ഇങ്ങനെ ചുറ്റി വരും. ഇനി അടുത്തത് നമ്മൾ കൊടുക്കുമ്പോൾ വേറെ കളർ എടുത്തിട്ട് നമ്മൾ കൊടുക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് അതിൻ്റെ മെത്തേഡ് ചെയ്യാം. ഇതെങ്ങനെ സൂചി അങ്ങനെ ഇത് എന്റെ സൂചിയാണ്. ഫ്രെയിം പറയണത് നമ്മള്. സൂചി ഇതാണ്. അവിടെ നൂലിട്ടിട്ട് ആ നൂല് സൂചിയിൽ കോർത്തിട്ട് ഈ ഫ്രെയിമിൽ കോർക്കും. എന്നിട്ട് നമ്മളിവിടെ കെട്ടുകയാണ് ചെയ്യണത്. ഇത് അതിങ്ങനെ തയ്ച്ച് വരുന്ന ഇങ്ങനെ റോളായിട്ട് ചുറ്റി വരും. അടിയിൽ ഇങ്ങനെ ചുറ്റി വരും. ഇങ്ങനെ നമ്മളതനുസരിച്ച് കണ്ട ഇങ്ങനെ ചുറ്റി. നോർമൽ ചവിട്ട് തയ്ക്കാനായിട്ട് എത്ര നേരം വേണ്ടി വരും? അരമണിക്കൂർ മതി. അരമണിക്കൂർ വേണ്ട. സ്പീഡായി കഴിഞ്ഞാൽ നമ്മുടെ സ്പീഡ് പോലെയാണ് ഇതിന്റെ വർക്ക്. സ്പീഡ് ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ചെയ്യാം. എന്തായാലും സ്വയം തൊഴിൽ കണ്ടെത്താൻ വേണ്ടിയിട്ട് നല്ലൊരു പ്രചോദനം തന്നെയാണ്. കാരണം ഒരുപാട് പേരുണ്ട്. തൊഴിലില്ലായ്മയാണ് ഇപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് നേരിടുന്ന പ്രശ്നം. അതെ. കോട്ടൺ നൂലാണ് കേട്ടോ ഇത് തയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന. ഇവര് ഇതിന് പഫ് എന്ന് എന്തോ പറയുന്നത്. പല കളറുണ്ട്, കണ്ടില്ലേ? ഇത് കാണാമോ? പല കളറില് അവര് പല രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് ഇതിപ്പോ 1 വർഷമായല്ലോ നമ്മള് സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പൊ എന്താണ് ഈ 1 വർഷം കൊണ്ട് എന്താണ് സെൽഫ് ആയിട്ട് എന്ത് തോന്നുന്നു? ഇപ്പൊ സമൂഹത്തോട് എന്താ നമുക്ക് പറയാനായിട്ടുള്ളേ? ഇത് ഞാൻ തുടങ്ങാൻ കാരണം എന്റെ ഹസ്ബൻഡ് ആണെങ്കിലും എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത ഹസ്ബൻഡാണ്. പക്ഷെ എല്ലാ കാര്യത്തിനും നമ്മൾ ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്യണ്ടല്ലോ. നമുക്ക് സ്വന്തമായിട്ട് പല ആവശ്യങ്ങളും ഉണ്ടല്ലോ. അതുകൊണ്ട് അങ്ങനെ സ്വന്തമായിട്ടൊരു വരുമാനവും പിന്നെ എല്ലാ കാര്യങ്ങൾക്കും ചേട്ടനെ ആശ്രയിക്കാതിരിക്കാനും വേണ്ടിയാണ് ഞാനിത് അങ്ങനെ തുടങ്ങിയത്. തുടങ്ങുമ്പോൾ പിന്നെ 2 പേർക്ക് ജോലി കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി എനിക്കുണ്ടായിരുന്നു. അങ്ങനെ അങ്ങനെയൊക്കെ കൊണ്ടാണ് തുടങ്ങിയത്. ആ ഒരു ഇതിൽ മുന്നോട്ട് പോകണം. പിന്നെ ഇത് ഇത്രയും കൂടി വിപുലീകരിച്ച് നല്ല രീതിയിൽ നടത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇവിടെയുള്ള ആൾക്കാർക്ക് തന്നെ ജോലി, ഇവിടെ അടുത്തുള്ള ആൾക്കാർക്ക് പുറത്ത് പോയി ജോലി, ദൂരയിൽ ഇപ്പൊ പോയി ജോലി ചെയ്യാൻ പറ്റാത്ത അവർക്കും അവര് പഠിപ്പിച്ചു കൊടുക്കും. ഇവിടെ വന്നവരെയൊക്കെ ഞാൻ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. അത് ആവശ്യപ്പെട്ട് വന്നാലും നമ്മളിത് തീർച്ചയായിട്ടും പഠിപ്പിച്ചു കൊടുക്കും. അല്ലെങ്കിൽ ജോലിയായിട്ട് അതും നമ്മൾ ചെയ്തു കൊടുക്കണം. എല്ലാത്തിലും ഒരു സ്വന്തം ഒരു വരുമാനം, അത് ഒരു സന്തോഷമല്ലേ നമുക്ക്. സ്വന്തം വരുമാനത്തിൽ നിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ. അതാണ്. ഏകദേശം എത്ര രൂപ ആയിട്ടുണ്ടാവും ഇതിന് എല്ലാത്തിനും കൂടി ചെലവ്? കാരണം 4 തുടങ്ങാൻ വേണ്ടിയിട്ടാണ് എല്ലാത്തിനും കൂടി. ഇതെല്ലാം നമ്മൾ ലോൺ ആണെങ്കിലും കുറച്ച് പൈസ കയ്യിൽ നിന്ന് നമ്മൾ സ്വന്തം മുടക്കിയതിന് ശേഷമാണ്. കെട്ടിടമൊക്കെ നമ്മൾ തന്നെ പണിതാണ്. നമ്മുടെ സ്ഥലമുള്ളതുകൊണ്ട് നമ്മൾ വാടകയ്ക്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പണിതാണ്. പിന്നെ ഇത് മെഷീൻ വാങ്ങിക്കാനും എല്ലാത്തിനും കൂടി ഏകദേശം 5 ലക്ഷം രൂപയോളം ചിലവായി. മെഷീനത്തിന് ഒരു 2-2.5 ലക്ഷം രൂപ. പിന്നെ നമ്മൾ കെട്ടിടം പണിതത് അതെല്ലാം ചെയ്ത് നമ്മൾ തന്നെയാണ് ചെയ്തത്. ഹസ്ബൻഡ് ചെയ്തു തന്നാണ്. കെട്ടിടം ഒക്കെ പണിത് തന്നാണ്. പിന്നെ ലോൺ എടുത്ത് കുറച്ച് ലോണുമാണ്. അതൊക്കെ കൊണ്ട് അങ്ങനെ തുടങ്ങിയതാണ്. അപ്പൊ 5 മെഷീനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. 5 മെഷീൻ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇപ്പൊ 4 മെഷീൻ നിലവിൽ വർക്കിംഗ് ആണ്. ഒരെണ്ണം ഞാൻ ആളില്ലാത്തതുകൊണ്ട് അത് കാർപ്പറ്റിന്റെ ആണ്. അപ്പൊ നമുക്ക് കാർപ്പറ്റ് കുറവാണ് സെയില്. നമുക്ക് ഈ ഡോർമാറ്റർ കൂടുതൽ നമുക്ക് പോണത്. അപ്പൊ ഇതിന് നമുക്ക് നല്ല സെയിലുണ്ട്. അങ്ങനെ നമ്മളങ്ങനെ ഇഷ്ടമുള്ള രീതിയിൽ പല നിറത്തില് പല വലിപ്പത്തില് ആൾക്കാര് എന്താണ് നമ്മളോട് പറയണ ആ രീതിയിൽ നമ്മൾ ചെയ്തു. ആരുടെ ഐഡിയ ശരിക്കും ഇങ്ങനെ തുടങ്ങണം അല്ലെങ്കിൽ ചെയ്യണം എന്നുള്ളത്? അല്ലെങ്കിൽ എന്താ അഭിരുചി ഇങ്ങനെ നമുക്കൊരു ഇഷ്ടം കൊണ്ടിട്ട് വന്നതാണോ? ഇങ്ങനെ അല്ല, ഞാൻ പുറത്ത് ക്ലീനിങ് സ്റ്റാഫായിട്ട് ജോലിക്ക് പോയിക്കൊണ്ടിരുന്നതാണ്. നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാൻ പറ്റിയ ഒരു ജോലിയാണ് ഞാൻ നോക്കിയത്. അങ്ങനെ പറഞ്ഞപ്പോ എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഇങ്ങനെ ഞാൻ അറിഞ്ഞത് ഇതിനെപ്പറ്റി. ഇങ്ങനെ ഇത് ലോൺ ഇങ്ങനെ ഒരു സെന്റർ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു
ചവിട്ടി നിർമ്മാണ യൂണിറ്റ് ഉണ്ടെന്ന് അറിഞ്ഞത്. അങ്ങനെ ഞാനത് പോയി കണ്ടു. അത് അങ്കമാലിയിലായിരുന്നു. അങ്കമാലിയിൽ പോയി അത് കണ്ടു മനസ്സിലാക്കി വീട്ടിൽ വന്ന് ഹസ്ബൻഡിനോട് സംസാരിച്ചപ്പോൾ എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്തോളാൻ, പുള്ളി എല്ലാ സപ്പോർട്ടിനും കൂടെ ഉണ്ട്, നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് ചെയ്തോളാൻ പറഞ്ഞു ചേട്ടൻ. അങ്ങനെ പിന്നെ ഞങ്ങൾ അതിനെപ്പറ്റി ചിന്തിച്ചു കാര്യമായിട്ട്. അപ്പൊ കയ്യിൽ നിന്ന് നമുക്ക് എടുത്ത് ചെയ്യാൻ എന്തായാലും പറ്റില്ല, കാരണം ഇത്രയും രൂപ നമുക്ക് ചെലവ് വരുമല്ലോ. അപ്പൊ ലോണായിട്ട് നോക്കിയിട്ട് നമ്മളത് തുടങ്ങിയതാണ്. പല ആൾക്കാരും മുന്നോട്ട് വരാത്തതും ഒരു ഇതാണ്, പക്ഷെ നമ്മൾ ധൈര്യപൂർവ്വം വന്നു. അതായത് ഈ ഏരിയയിൽ ഇങ്ങനെ ഒരു വർക്ക് ഇല്ല, അതുകൊണ്ടുകൂടിയാണ് ഞങ്ങളിത് തുടങ്ങിയത്. കാരണം അധികം ചെയ്യാത്ത വർക്കാണ്. അപ്പൊ അതുകൊണ്ട് അപ്പൊ പിന്നെ ഓർഡർ നമ്മളിത് പറഞ്ഞപ്പോ പല ആൾക്കാരും സപ്പോർട്ട് ചെയ്തു. എന്റെ അനിയത്തി അങ്ങനെ എല്ലാവരും നമ്മുടെ കുടുംബത്തിലെല്ലാവരും സപ്പോർട്ട് ചെയ്തു. തുടങ്ങാമെന്നുള്ള ഇതിൽ സപ്പോർട്ട് ചെയ്തു. അങ്ങനെ അവരുടെ എല്ലാവരുടെയും പിന്തുണയോടുകൂടിയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇനിയിപ്പോ ഒരു വർഷത്തോടടുക്കുന്നു. ഒരു വർഷത്തോടടുക്കുന്നു. അതിന്റെ ഒരു സന്തോഷം ഉണ്ടല്ലേ? അതെ, അതിന്റെ ഒരു സന്തോഷമുണ്ട്. ഇപ്പൊ കൊറേ മുന്നത്തേക്കാളും കസ്റ്റമേഴ്സിനെ ഒക്കെ കിട്ടുമ്പോഴേക്കുള്ള നമുക്ക് ചില സമയങ്ങളിൽ നമുക്ക് എങ്ങോട്ടേക്ക് വേണമെങ്കിലും ഡെലിവറി ചെയ്ത് തരും കേട്ടോ അവര്. നമുക്ക് നമ്മൾ പറയുന്നിടത്ത് എത്തിച്ചു കൊടുക്കും. പിന്നെ ഇവിടെ വന്ന് വാങ്ങണം. ഇതെങ്ങനെ ഇവിടെ എത്തിച്ചേരാം എന്നുള്ളതായിരിക്കും. ഇത് വെണ്ണലയാണ്. സ്ഥലം ഒന്ന് പറഞ്ഞു കൊടുക്കാമോ? ഇത് വെണ്ണലയാണ് സ്ഥലം. വെണ്ണല ഉലകമ്പാറ, വെണ്ണൽ സ്കൂളാണ്. വെണ്ണല സ്കൂളിനടുത്ത്. ഞാൻ നമ്പർ എന്താണെങ്കിലും നമ്മുടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കൊറിയർ സർവീസ്, കൊറിയർ വഴി നിങ്ങൾക്ക് ഇവർ അയച്ചു തരുന്നതാണ് ആവശ്യമുണ്ടോയെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതല്ലാതെ എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണം, ഇത് പഠിക്കാനൊക്കെ താല്പര്യമുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിലും നമ്പറിൽ ഒരു കുഴപ്പമില്ലാതെ കോൺടാക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്പർ കൊടുത്തേക്കാം. അപ്പോൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേച്ചി ഡയറക്റ്റായിട്ട് വിളിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ വാട്സപ്പ് ചെയ്ത് ഓർഡേഴ്സ് എടുക്കുന്നതാണ് കേട്ടോ. ചേച്ചി ഇത് നിർത്തി കളഞ്ഞാലോ എന്ന് വരെ, കാരണം ഒറ്റയ്ക്ക് നമുക്ക് കൂട്ടിയാൽ കൂടില്ല എന്നുള്ളൊരു ഇതുള്ളതുകൊണ്ടിട്ടായിരിക്കാം. അപ്പൊ അതിനെ പറ്റിട്ട് എന്താ പറയാനല്ലേ? അത് ഓരോ സാഹചര്യം വന്നപ്പോഴത്തേക്കും നമുക്ക് ഓരോരോ ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ നമ്മൾ ഇതങ്ങോട്ട് നിർത്താൻ യൂണിറ്റ് ക്ലോസ് ചെയ്യാന്ന് വിചാരിച്ചു. പക്ഷേ ഹസ്ബൻഡ് സമ്മതിച്ചില്ല. അപ്പൊ ഹസ്ബൻഡിന് ഇത് തുടങ്ങിയിട്ട് നമ്മളൊരു സ്ഥാപനം തുടങ്ങിയിട്ട് പിന്നെ അത് നിർത്തുക എന്ന് പറഞ്ഞാൽ ഇത്തിരി വിഷമമുള്ള കാര്യമല്ലേ. അങ്ങനെ അതുകൊണ്ട് പുള്ളിയുടെ ഒറ്റ നിർബന്ധം കാരണം പുള്ളിയുടെ തന്നെ സപ്പോർട്ട് കൊണ്ട് ഞങ്ങൾ മെറ്റീരിയൽ എടുക്കാൻ നേരിട്ട് ഇടനിലക്കാരോട് എടുക്കണ്ടെന്ന് വിചാരിച്ചു. നമുക്ക് വലിയ ലാഭമൊന്നുമില്ല. അവരോട് എടുത്ത് നമ്മൾ തയ്ച്ച് കടകളിൽ കൊണ്ടുപോയി കൊടുത്താൽ നമുക്ക് വലിയ ലാഭമില്ല. തയ്ക്കുന്ന ആൾക്കാർക്ക് നമുക്ക് അതിന്റെ ചാർജ് കൊടുക്കണ്ടേ. അപ്പൊ 3 പേര് നമ്മളെ ആശ്രയിച്ച് അവര് ജോലിക്ക് വന്നിട്ട് അവരുടെ ജോലിയും നിന്ന് പോകുമെന്നുള്ള ഘട്ടം വന്നപ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾ കുറച്ച് നാള് 2-3 മാസം അടച്ചിട്ടു. അതിനുശേഷം പിന്നെ ഹസ്ബൻഡ് തമിഴ്നാട്ടിൽ പോയി അന്വേഷിച്ചു. നേരിട്ട് അവിടെ നിന്ന് മെറ്റീരിയലൊക്കെ ഞങ്ങൾ കളക്ട് ചെയ്തു. രണ്ടാമത് തുടങ്ങിയതാണ്. വിചാരിച്ചാൽ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുള്ളൊരു ആത്മവിശ്വാസം കിട്ടിയപ്പോ നമുക്ക് അതാണ്, നമ്മൾ ഇത്രയും റേറ്റ് കുറവിന് തന്നെ നമുക്ക് കൊടുക്കാനായിട്ട്. ഇപ്പൊ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ഒരു ചവിട്ടിക്ക് ഏറ്റവും കുറഞ്ഞത് ഇവിടെ 40 രൂപ 50 രൂപയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 100-120 രൂപയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം ഇവര് തന്നെയാണ് കൊണ്ട് കൊടുക്കുന്നത്. അത് കാരണം അവരത് ലാഭമില്ലാണ്ട് അങ്ങനെ മേടിക്കില്ലല്ലോ. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ അത് തന്നെയായിരിക്കും കുറേ നല്ലത്. അതല്ല നിങ്ങൾക്ക് ഒരു ബിസിനസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏത് രീതിയിലുള്ള സപ്പോർട്ടും ചേച്ചി തയ്യാറാണെന്നാണ് പറഞ്ഞത്. ഇതിപ്പോ റേറ്റ് വളരെ കുറവാണെങ്കിൽ പോലും ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇത് കാണുന്ന പ്രേക്ഷകരോട് എനിക്ക് പറയാനായിട്ട് ഉള്ളത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമ്മളിപ്പോൾ ആരാണെങ്കിലും നമ്മൾ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള ഇവരുടെ ഒരു പ്രചോദനം അതാണല്ലോ. എന്താ പറയുക, നല്ല ക്വാളിറ്റിയുള്ള ചവിട്ടികളാണ്. പല രീതിയിൽ നമുക്ക് ഇഷ്ടത്തിന് നമുക്ക് മേടിച്ചിടാൻ പറ്റുക എന്നുള്ളതും അതും ഒരു വലിയൊരു കാര്യം തന്നെയാണല്ലോ. ക്വാളിറ്റി വൈസ് നോക്കിയാലും ഇത് ഈട് നിൽക്കുന്ന കാര്യം വെച്ച് നോക്കിയാലും നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന വില കൂടിയ ചവിട്ടി വില കുറച്ചുകൂടെ കിട്ടും. അതാണ് വ്യത്യാസമുള്ളത് കേട്ടോ. പ്രവിത ചേച്ചിനോട് ചോദിച്ചു നോക്കാം എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നുള്ളത്. എങ്ങനെയാണ് പഠിച്ചെടുക്കാനായിട്ട് എത്ര ദിവസം എടുത്തു? പഠിച്ചെടുക്കാനായിട്ട് 2 ആഴ്ചയോളം ഞാൻ എടുത്ത് പഠിച്ചെടുക്കാനായിട്ട്. പണി അതുപോലെ പഠിപ്പിച്ചു തന്നു. അതുകൊണ്ടിട്ട് ഞങ്ങളിത് ചെയ്യണേന് ഞങ്ങൾ എൻ്റെ കൂട്ടുകാരത്തെയാണ്. ഞങ്ങൾ ഒരു കുടുംബശ്രീയിൽ വർക്ക് ചെയ്യണേന്. അതുകൊണ്ട് ഇവളിത് തുടങ്ങി കൊണ്ടിട്ട് ഞങ്ങൾ കുറച്ച് പേർക്ക് ജോലി കിട്ടി. ഇവിടെ തന്നെ ഞങ്ങളിത് ചെയ്തുകൊണ്ടിരിക്കണം. ഞങ്ങളെല്ലാവരും ഒരു കുടുംബം പോലെ ഇവിടെ രാവിലെ വരും. എന്നിട്ട് ചവിട്ടിയൊക്കെ ചെയ്ത് സന്തോഷത്തിൽ പോകും. അത് മാത്രമല്ല ഇവിടെ മെയിൻ ആയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കറണ്ടിന്റെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് കറണ്ട് ഇല്ലെങ്കിൽ ഇവർക്ക് പണിയെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ ഒരു ബുദ്ധിമുട്ടും വരുന്നില്ല.
അത് ഷീറ്റിൽ നിന്ന് റോളായിട്ട് വേണ്ടത് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും. നമ്മൾ ഇതിന്റെ അരി കെട്ടും. ഇതിന്റെ അരിക്ക് ഇങ്ങനെ ഉണ്ടല്ലോ, ആ നമ്മൾ ഇങ്ങനെ കെട്ടും. ഇങ്ങനെ മൊത്തം കെട്ടും. നമ്മൾ ആ അറ്റം വരെ നമ്മളിങ്ങനെ കെട്ടും. ഇത് കെട്ടിയാൽ അവിടെ കിടന്നോളും, പിന്നെ അത് പോയില്ല ഒരിക്കലും. അത് ഇതുപോലെ കെട്ടിയതാണ് ഇത്. ക്വാളിറ്റി കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. കൂടിയ ചവിട്ടിയാണേ, സാധാ ചവിട്ടി, നോർമൽ ചവിട്ടിയല്ല. ഇത് രണ്ടാമത്തെ സെക്ഷനാണ്. അപ്പൊ ഇതിന് നല്ല കട്ടിയുണ്ട് ഇതിന്. ഇത് ഡബിൾ ആണ് ഇത്. അതായത് സാധാരണ നമ്മള് നോർമൽ ചവിട്ടി തയ്ക്കുന്നത് ഒരു നൂല് കൊണ്ടാണ്. ഇതുകൊണ്ടാണ് നമ്മൾ തയ്ക്കുന്നത് ചവിട്ടി. അപ്പൊ നോർമൽ ചവിട്ടി നമ്മൾ ഒരെണ്ണം കൊണ്ടാണ് തയ്ക്കുന്നത്. ഇത് നമ്മൾ കട്ടിയുള്ളത് തയ്ക്കാൻ വേണ്ടി ഡബിളായിട്ട് എടുത്തിട്ട് ഇങ്ങനെയാണ് തയ്ക്കുന്നത്. അപ്പൊ ഇത്രയും കട്ടി വരണോണ്ട് ഇത് നല്ല തിക്കായിട്ടിരിക്കും, പെട്ടെന്ന് പോവില്ല, നന്നായിട്ട് ഇത് നമുക്ക് ലാസ്റ്റ് ചെയ്യും. ഇതൊക്കെ പല പല ഡിസൈൻസ് ആയിട്ട് കട്ട് ചെയ്ത് കെട്ടി വെക്കാനുള്ളതാട്ടോ. അറ്റം കട്ട് ചെയ്തിട്ട് കെട്ടി വെക്കാനുള്ളതാണ്. അതിന്റെ കൂടെ ഇത് കണ്ടോ, ഇത് നമ്മുടെ ചേച്ചിയുടെ ചെയ്തതാട്ടോ. ഇതും വലിയ നെറ്റിപ്പട്ടവും എല്ലാം ചവിട്ടി തൂക്കാനുള്ളത് മാത്രമല്ല, അലങ്കരിക്കാനായിട്ടുള്ളതും ഇവിടെ ചെയ്യുന്നുണ്ടെന്ന് സാരം. ഇത് വന്നിട്ട് ഉണ്ടാക്കിയതാണ്. ഇത് 4.5 അടിയിലെ നെറ്റിപ്പട്ടാണ്. ഇത് ഹാൻഡ് മെയ്ഡ് ആണ്. നമ്മൾ കൈ കൊണ്ടാണ് എല്ലാ വർക്കും നമ്മൾ ചെയ്യുന്നത്. ഇതിന്റെ മെറ്റീരിയലൊക്കെ നമ്മൾ എറണാകുളത്ത് പോയിട്ടാണ് വാങ്ങുന്നത്. എന്നിട്ട് ഇവിടെ ഇരുന്ന് ഓർഡർ അനുസരിച്ച് ഒരേ അടിക്കണക്കാണ് നെറ്റിപ്പട്ടം പറഞ്ഞാൽ 1 അടി 2 അടി അങ്ങനെയാണ്. ഇത് 4.5 അടിയിലാണ്. അപ്പൊ എൻ്റെ ഒരു കൂട്ടുകാരത്തി പറഞ്ഞിട്ട് ചെയ്താണ്. അത് കൊണ്ടുപോയിട്ടില്ല, ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അടുത്താഴ്ച കൊണ്ടുപോകും, എത്തിച്ചു കൊടുക്കുന്നതാണ്. ഇവിടെ അടുത്ത് ഇപ്പൊ വെണ്ണല ഭാഗം, എറണാകുളത്തിലെ വെണ്ണല ആ അടുത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 5 കിലോമീറ്ററിന്റെ ചുറ്റളവിൽ കൊണ്ടുതരും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കൊറിയർ ചെയ്താണ് കൊടുക്കണേ കേട്ടോ. അതൊക്കെ നമുക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ് ആയിട്ട് വിളിച്ച് ചോദിക്കാവുന്നതാണ്. എന്റെ അത്ര ഉണ്ട് ശരിക്കും നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഡോർ മാട്രസിനും അതുപോലെ തന്നെ കാർപ്പറ്റിനും ആണെന്നുണ്ടെങ്കിലും നമ്മുടെ വീടുകൾ അലങ്കരിക്കാനുള്ള നെറ്റിപ്പട്ടം പോലുള്ള വർക്കുകൾ കാണുന്നുണ്ടെങ്കിലും ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണുന്നവരെ ബൈ.